നമസ്കാരം. ഇന്ന് പ്രധാനമായി സംസാരിക്കാനുള്ളത് മൂന്ന് വിഷയങ്ങളെ കുറിച്ചാണ്. ഒന്ന് ജബ്രി കോംബയെ കുറിച്ചാണ്, അതായത് ജാസ്മിൻ ഗബ്രി കോംബയെ കുറിച്ച്. ആ കോംബ തിരിച്ചു വരുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കണം. പിന്നെ നമ്മുടെ ഷിജയുടെ വിഷയം സംസാരിക്കണം. പിന്നെ നമ്മുടെ പവർ ടീമിന്റെ പവർ ഇല്ലായ്മ അല്ലെങ്കിൽ പവർ ടീമിന്റെ തോന്നിയാവസ്ഥ, അതിനെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ പറയുന്ന നമ്മുടെ ജാസ്മിനെ കുറിച്ച് സംസാരിക്കാം. സത്യം പറഞ്ഞാൽ വീണ്ടും കടി തുടങ്ങി എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. 2 ദിവസം മുമ്പ് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തം വാപ്പ വന്ന് മോളെ ഇതാണ് പ്രശ്നം, അതായത് ഒരു കള്ളം പറഞ്ഞ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെയൊക്കെ മണ്ടന്മാരാക്കി, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനെയൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് ഇവിടെ വന്ന് സ്വന്തം മോളുടെ ജീവിതമാണ് വലുത്, അവൾ വഴിതെറ്റിപ്പോകുന്നു, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള നിലയിലേക്ക് വന്ന് സ്വന്തം മകളുടെ അടുത്ത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നീ എന്താണ് ജാസ്മിനുമായി ഈ പറയുന്ന ഗബ്രിയുമായിട്ടുള്ള ആ കാട്ടുകോഴി എന്നെ വിളിക്കുക, ആ കാട്ടുകോഴിയുമായിട്ടുള്ള നിന്റെ സഹവാസം ശരിയല്ല, നീ അവിടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞു പോയതിനു ശേഷം ഈ പറയുന്ന ജാസ്മിൻ അവിടെ കിടന്ന് ഡ്രാമ കളിക്കുന്നു. അയ്യോ പേടിച്ചു, അയ്യോ വാപ്പ, അയ്യോ റോക്കി വരുന്നു, അയ്യോ എന്റെ കുടുംബമാണ് വലുത്, എന്റെ വാപ്പയാണ് വലുത്, എന്റെ ഉമ്മയാണ് വലുതെന്നൊക്കെ ഘോരം പ്രസംഗിച്ച ഈ പറയുന്ന ആരാണ് നമ്മുടെ ജാസ്മിൻ ഇന്നലെ തൊട്ട് വീണ്ടും കടിച്ചു തുടങ്ങി. ഇന്നലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഞെട്ടിപ്പോയത്, ഗബ്രിയാണ് ഇങ്ങോട്ട് ആദ്യം കടിച്ചിരുന്നെങ്കിൽ ഞാൻ പിന്നെ പോട്ടെന്ന് വെക്കായിരുന്നു. ഇത് എവളാണ് അങ്ങോട്ട് കടിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ജാസ്മിൻ എത്തിച്ചേർന്നു. ഇപ്പം വാപ്പയെ ഓർമ്മയില്ല, ഇപ്പൊ ഉമ്മയെ ഓർമ്മയില്ല, എന്റെ കുടുംബമാണ് ഏറ്റവും വലുത്, എന്റെ വാപ്പയ്ക്ക് എന്താണ് എത്രയോ ബ്ലോക്കുകൾ വന്ന് കിടക്കുന്നതാണ് അവള് പറയുന്നത്. മറ്റേ ഓപ്പറേഷനാണ്, തേങ്ങയാണ്, മാങ്ങ. ഇപ്പൊ അതൊന്നും ഓർമ്മയില്ല. ഇപ്പൊ എനിക്ക് ഗബ്രിക്ക മാത്രം മതി, ഗബ്രിക്കയുടെ കടി മാത്രം എനിക്ക് മതി, അതില്ലാതെ എനിക്കിപ്പോ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊരു സ്ഥിതിയിലേക്ക് ആര് വന്നെത്തിച്ചേർന്നിട്ടുണ്ട്? പിന്നെ ഈ പറഞ്ഞ ജാസ്മിൻ വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഉളുപ്പ് വേണം ജാസ്മിനെ, നിനക്കൊരു ഉളുപ്പ് വേണം. സ്വന്തം വാപ്പയാണ് വന്ന് പറഞ്ഞത്, മനസ്സിലായോ? ഒരു ചെറിയ ഉളുപ്പെങ്കിലും സ്വന്തം വാപ്പ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ വീണ്ടും അവന്റെ കൂടുതൽ ഇന്ന് ഡ്രസ്സിംഗ് റൂമിനകത്ത് ഇന്നലെ രാത്രി അവർക്ക് രണ്ടർക്കും അടുത്തടുത്തുള്ള കട്ടിലിൽ കിടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ശ്രീലേഖയെ രാത്രി ഉറയെ കിടന്ന ശ്രീലേഖയെ വിളിച്ചുണർത്തുന്നവര്. ഇന്നലെ ഞാൻ ലൈവിൽ കണ്ടു. എവരെന്ത് ചെയ്യണം, അതിന്റെ ഇവര് രണ്ടുപേരും ഒരു കട്ടിൽ നിന്നുകൊണ്ട് ഇമ്മാതിരി വാർത്ത എന്തിങ്ങനെ പറയുന്നത്. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഇന്ന് ശ്രീലേഖയുടെ അടുത്ത് ശ്രീലേഖ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും രാത്രി അവിടെ ഭയങ്കര വർത്തമാനമായിരുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, പിന്നെ നിങ്ങൾക്ക് ഒത്തു കിടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി തരികയല്ല എന്റെ ജോലി എന്ന് പറയുമ്പോൾ പിന്നീട് ആരാണ് നമ്മുടെ ജാസ്മിൻ പറയേണ്ടത്, നിങ്ങൾക്ക് ഫ്രസ്ട്രേറ്റഡ് ആണോ എന്ന്. അതായത് ഇവരുടെ കാമവേളികൾ കണ്ട് ഇവർ ഫ്രസ്ട്രേറ്റഡ് ആയോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് അവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടിയിരുന്നെങ്കിൽ ആ പറയുന്ന ഡ്രസ്സിംഗ് റൂം അതൊരു മണിയറയാക്കിയിരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ള ഉദ്ദേശത്തു കൂടിയാണ് നിങ്ങൾ നടക്കുന്നത്. ആ ഗബ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുകോഴി എപ്പോൾ എവിടെ വെച്ചിട്ട് എവിടെ പിടിക്കാമെന്ന് കണക്കാക്കിയിരിക്കുന്നതാണ് ഗബ്രി. ഇന്ന് രണ്ടും കൂടി ഓടിച്ചെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറിയിരിക്കുന്നത്. രഹസ്യങ്ങൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് തീരുന്നില്ല, അതുകൊണ്ട് അവളെ അകത്തിരുത്തി ഇപ്പുറത്തിരുത്തി. എന്തോന്നടേ ഇത്, ജാസ്മിനെ നമിച്ചു തന്നെ കേട്ടോ. പറയണ്ട ഒരു പെണ്ണല്ലേ എന്ന് വിചാരിക്കുമ്പോൾ കാണിക്കുന്നതെല്ലാം ബെസ്റ്റാണ്, സൂപ്പറാണ്, അടിപൊളിയായിട്ട്. 2 ദിവസം വാപ്പയ്ക്ക് ഇനി പുതിയ ബ്ലോക്ക് വരേണ്ടതായിട്ടിരിക്കുന്നു, ബാപ്പ ഇനി വീണ്ടും വരേണ്ടതായിട്ടിരിക്കുന്നു, വീണ്ടും ഇനി വന്നിട്ട് ഈ പറഞ്ഞ നിനക്ക് അഡ്വൈസ് തരാൻ വേണ്ടി വാപ്പ. അതുകൊണ്ട് നീ അവിടെ കിടന്ന് അഴിഞ്ഞാട്, നീ എത്രത്തോളം അവിടെ കിടന്ന് അഴിഞ്ഞാടോ അതുപോലെ നമ്മൾ ഇവിടെ പറയുകയും ചെയ്യും, ഈ കാട്ട് കോഴിയുടെ കൂടെ നീ അഴിഞ്ഞാടിക്കോ. അവിടെ വെച്ച് ആര് പൊക്കുന്നു ഈ പറയുന്ന ഇതിനകത്തോട്ട് ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറിയവർ എന്തോ രഹസ്യം പറയാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അതിന് പിന്നീട് ബിഗ് ബോസ് വെക്കുന്നു. ബിഗ് ബോസ് പറഞ്ഞ് അവിടെ ഇരുന്നതിന്റെ ഒരു വേല നടക്കൂല, പുറത്ത് വരാൻ പറയുന്നു. ഇതുപോലെ നാണക്കേട് വേറെ എന്തുണ്ട്? പാതിരാത്രിയായ ഉറങ്ങത്തൂല്ല, അവിടെ തന്നെയാണ്. ഇനി അത് പതുക്കെ ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഇത് മാറാൻ പോകുന്നില്ല. 2 ദിവസം ഇങ്ങനെ ഇരിക്കും, 3-ാം ദിവസം ഇവരെന്ത് ചെയ്യും, വീണ്ടും ഒത്തുചേരും. ഇപ്പം കൈ പിടിക്കുന്നുണ്ട്, ഇപ്പം തോളിൽ ചരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇപ്പോഴും പഴയതുപോലെ എന്താണ് സദാസമയം അവരെ ഒരുമിച്ച് തന്നെയാണ്, ഒരുമിച്ച് സയാമി സിരട്ടകളെ പോലെ നടക്കുന്നുണ്ട്, പ്രണയബദ്ധരായവർ നടക്കുന്നുണ്ട്. പിന്നെ പഴയ അത്ര കടിയില്ല എന്നുള്ളത്. പണ്ടാണെങ്കിൽ 3-4 കടി ഇവിടെ തൊട്ട് ഇങ്ങറ്റം വരെ ദോക്കട ഗബ്രി നീ കടിച്ച പാടാണ്, ഇത്രയും നീ തന്ന പാടാണ് എന്ന് പറയാൻ ഉളുപ്പില്ലാതെ നാണമില്ലാതെ പറയുന്ന ജാസ്മിൻ ഇന്ന് വീണ്ടും വാപ്പ ഇത്രയും പറഞ്ഞതിന് ശേഷവും ഈ പറയുന്നത് തൊട്ടടുത്തിരിക്കും, അതായത് ഗബ്രി തൊട്ടടുത്തിരിക്കുമ്പോൾ കടിക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയിലേക്കാണ് ജാസ്മിൻ വരുന്നത്. ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, മനസ്സിലാക്കി. നിങ്ങൾക്ക് അവിടെ നിന്ന് കടിക്കാമെങ്കിൽ എനിക്കത് ഇവിടെ നിന്ന് പറയുകയും ചെയ്യും. ആ ചങ്കൂറ്റം നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറയുന്നില്ല. അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളൂ.
ഇനിയെങ്കിലും നന്നാവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ കൈവിട്ട് പോയി. എനിക്ക് നമ്മുടെ വാപ്പയൊക്കെ കൈവിട്ട് പറഞ്ഞില്ല, ഇനി എന്ത് ഇത്രയും ഒരു സങ്കടമായിട്ട് അവർ വന്ന് പറഞ്ഞു. അതുപോലെ മനസ്സിലായി ആ വാപ്പയ്ക്ക് പുല്ല് വരാം, ഇനി ഓപ്പറേഷനെ ചത്താലും അങ്ങനെ അവൾക്ക് അവൾക്ക് ഇവിടെ അഴിഞ്ഞാടണം. അതാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജബ്രി കൊമ്പ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഇനി ഇതിന്റെ എക്സ്ട്രീമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ജാസ്മിൻ നാറാൻ കിടക്കുന്നതേ ഉള്ളൂ, ഇത് നോട്ട് ചെയ്ത് വെച്ചോ. അടുത്ത പറഞ്ഞത് സിജോയുടെ കേസാണ്. സിജോയുടെ കേസ് അറിയാലോ, ഇന്നലത്തെ ഐഡിയയിൽ ഞാൻ അന്നേ ഞാൻ ഒരു ഊഹം പറഞ്ഞുകൊണ്ട് താടിയലിന്റെ വല്ല പൊട്ടിയിട്ടുണ്ടാകുമോ എന്നൊരു ഊഹം. അതിപ്പോൾ സത്യമായിരിക്കുന്നു. താടിയിൽ പൊട്ടിയോ ചിലപ്പോൾ എനിക്കൊന്നും ഇവിടുത്തെ അണപ്പല്ല് മാറ്റുക എന്നുള്ളതാണ്. ഒരു അണപ്പല്ല് ഏറ്റവും അവിടെ അണപ്പല്ല് ഇളക്കണം, അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനിയിപ്പം ഇവിടുത്തെ ചെറിയ എല്ലാം എല്ലാം പൊട്ടിയെന്ന് അറിയില്ല. ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറയുന്നു, അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും എന്താണ് പിന്നീട് ഷിജോ ഹോസ്പിറ്റലൈസ് ആയിട്ട് ഷിജോ ഭയങ്കര സങ്കടത്തോടെ ഈ പറയുന്ന എവിടെ കൺഫഷൻ റൂം വിളിക്കാൻ പറഞ്ഞു, എനിക്ക് പിന്നീട് ഈ സാധനം എന്താണ് ഈ ബിഗ് ബോസ് എനിക്ക് പൂർത്തീകരിക്കണമെന്നുണ്ട്, എനിക്കതിന് സാധിക്കുമെന്ന്. എന്നെ ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ഇനി എന്റെ ഇവിടെയുള്ള ജേണി അവസാനിക്കുമ്പോൾ ബിഗ് ബോസ് നിങ്ങൾ ഒരു കാരണം കൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ ഇനി അവിടുത്തെ റൂൾസും റെഗുലേഷനൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ആരും സംസാരിക്കാൻ പാടില്ല ഇവിടെ. അതായത് ഇവർ നമ്മളെ കേൾക്കുന്നത് അതായത് നിങ്ങൾ മൈൻഡ് അതായത് ചിന്തിക്കാനുള്ള ഒരു കേസ്, ഈ സംഭവം അല്ലെങ്കിൽ അവൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതുവരെയ്ക്കും കേൾപ്പിക്കാത്ത സംഭവങ്ങളാണ് കേൾപ്പിച്ചത് നമ്മളല്ലേ. നമ്മളെ കൂട്ടത്ത് നമ്മളെന്താ ബിഗ് ബോസിന്റെ ആൾക്കാർ കാണും, നിങ്ങൾ ഇവിടുത്തെ കേസോ വെളിയിലത്തെ കേസോ അവരുടെ ചോദിക്കാനോ പറയാനോ ഒന്നും പാടില്ല എന്ന് നമ്മളെ ബിഗ് ബോസ് കേൾപ്പിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവൻ തിരിച്ചു വരും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസത്തിനുള്ളിൽ എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 4-5 ദിവസം ഒരാഴ്ചയെങ്കിലും മിനിമം എടുക്കുമായിരിക്കും. ചെറിയ മൈനറായിട്ടുള്ള ഓപ്പറേഷനാണ്. അപ്പോൾ എന്തായാലും മാക്സിമം പോയ ഒരു 10 ദിവസത്തിനുള്ളിൽ ഷിജോ തിരിച്ചു വരും. നല്ലൊരു പ്ലെയറാണ്. എനിക്ക് ഷിജോയിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, അഹങ്കാരം ഒന്നും കാണാറില്ല. ഞാൻ കണ്ടിട്ടില്ല, ആരെയും പോയി കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്നിപ്പം ഈ പറയുന്ന ബിഗ് ബോസിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴും അവന്റെ ആ ഒരു എന്താണ് ഒരു എളിമയുണ്ടല്ലോ, എനിക്ക് അതിലേക്കാണ് അവനെ ഞാൻ പിന്നീട് ഇഷ്ടപ്പെടുന്നത്. ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊന്നുമല്ല, ഇതുവരെയുള്ള പിന്നീട് അവന്റെ ആ ജേണിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വേറെ ഒരു നെഗറ്റീവ് എനിക്ക് കണ്ടുപിടിക്കാൻ വലുതായിട്ടില്ല. സ്വയം ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷിജോ ആണ് എന്ന് പറയുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നങ്ങളില്ല. പുള്ളി തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇത് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് നമ്മുടെ പവർ ടീമിന്റെ കേസാണ്. സത്യം പറഞ്ഞാൽ ഈ ജിൻഡോ ഏത് ടീമിന് വന്നാലും അവർക്ക് തലവേദനയാണ്. ഇവൻ എന്താണ് പറയുന്നത് ഒരു പിടുത്തവുമില്ല, അവന് പറയാൻ മനസ്സിലാവില്ല. അവൻ ഓരോ ന്യായങ്ങൾ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞു ഇവൻ കാണിക്കുന്നതെല്ലാം ഉടായിപ്പാണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പേ പറഞ്ഞു. അപ്പൊ കുറെ എണ്ണം എന്റെ പുറത്ത് കയറാൻ വന്നു. ഇപ്പോ ആ വീട്ടിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള മത്സരാർത്ഥികൾക്കെല്ലാം കുടുംബാംഗങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഈ ജിൻഡോ എന്ന് പറയുന്നത് ഒരു ഉടായിപ്പാണെന്ന്. നാക്കെടുത്ത കള്ളമല്ലാതെ പറയില്ല, നാക്കെടുത്ത പച്ച കള്ളം മാത്രം വിളിച്ചു പറയുകയും ഇന്നലെ രാത്രി ഇന്നാണോ കിടന്നുറങ്ങിയിട്ട് അതായത് സ്മോക്കിംഗ് റൂമിൽ കിടന്നുറങ്ങിയിട്ട് അതായത് പവർ ടീമിന്റെ ഒരു അംഗമാണ്, ആ കൂടി 2 അംഗമേ ഉള്ളൂ. അതിൽ ഒരംഗം പവർ ടീമിനകത്ത് ഈ സ്മോക്കിംഗ് റൂമിനകത്ത് കിടന്നുറങ്ങിയിട്ട് ഇവിടെ പട്ടി കുറച്ചപ്പോൾ ഞാനല്ല എന്നുള്ള പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇരുന്നതാണ്, എന്റെ കയ്യിൽ സിഗരറ്റ് ഉണ്ടായിരുന്നു എന്നുള്ള പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് പോരാഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന അവർക്ക് ഈ പറയുന്ന എന്താണ് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുകയും ചെയ്യുന്നു. അത് ഏറ്റവും വലിയ തെറ്റാണ്. മനസ്സിലായി പല തരത്തിൽ ഇന്നിപ്പോ നോറയുടെ അടുത്ത് നോറ എന്റെ ബാക്കിലേ നടന്നുകൊണ്ട് എന്താണ് ഈ പറയുന്ന യമുന റാണിക്ക് ശിക്ഷിക്കണം എന്ന് നേരെ പോയി ആരുടെ പറയുന്നത് യമുന റാണിയിട്ട് പോയി പറയാണ് നോറ ഒരു സമാധാനം തന്നെ നിങ്ങൾ ശിക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഉടനെ യമുന റാണി ചോദിക്കാൻ പോയി ഉടനെ എനിക്ക് മനസ്സിലായി അയ്യോ കള്ളമാണല്ലോ. അതുകൊണ്ടാണ് യമുന റാണി മാക്സിമം തടയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടെയും എന്ത് ചെയ്യുന്നു ഇവൻ കള്ളനാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. എവിടെ പോയാലും ഇങ്ങനെ കള്ളം പലയിടത്തായിട്ട് പല രീതിയിൽ ഈ പറയുന്ന ജിൻഡോ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇവരെ കൊണ്ടുവന്ന നിയമങ്ങൾ അൾട്ടർ ഫൂളിഷ് ആയിട്ടുള്ള നിയമങ്ങളാണ് കൊണ്ടുവന്നത്. രാത്രി പോയി വെളിയിരിക്കാൻ പാടില്ല എന്ന്. രാത്രിയാണ് കണ്ടന്റ് കിട്ടുന്നത്. ഈ പറയുന്ന അവിടെയുള്ള കണ്ടസ്റ്റൻസ് കൂടി മനസ്സിലായിട്ടില്ല. രാത്രി ഞാനിവിടെ വരുന്നത് കളിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഞാൻ രാത്രി കണ്ടന്റ് കൊടുക്കണോ രാവിലെ കണ്ടന്റ് കൊടുക്കണോ തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് കളിക്കാനുള്ള അല്ലെങ്കിൽ എനിക്ക് കണ്ടന്റ് കൊടുക്കാനുള്ള ഒരു അവസരത്തെ പിന്നെ തടസ്സപ്പെടുത്തേണ്ട ആവശ്യം ആർക്കില്ല, ഈ പറയുന്ന പവർ ടീമിനില്ല. അതുപോലെ രാവിലെ ആ പാട്ട് കേൾക്കുന്ന മുമ്പ് എഴുതിക്കണമെന്ന് അവിടെ ക്ലോക്ക് ഉണ്ടോ? അവിടെ ക്ലോക്കും ഇല്ല, ഒരു തേങ്ങാക്കൊലയും ഇല്ല. ഈ ബിഗ് ബോസ് 8-8:30 ആകുമ്പോൾ പാട്ടിടുന്ന അവരുടെ ക്ഷീണം മാറാൻ വേണ്ടി അവർക്ക് ആരോഗ്യപരമായിട്ട് തിരിച്ച് എണീറ്റ് വരാൻ വേണ്ടിയിട്ടാണ് അവരൊരു ടൈം നിശ്ചയിക്കുന്നത്. ഈ പറയുന്ന അവിടെ ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ 8 മണിക്കാണ് പിന്നീട് എന്താണ് പാട്ട് കേൾക്കുന്നത്, ഇന്ന് 8 മണിക്ക് അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. 7:45 എല്ലാവരും വിളിച്ചെടുത്തു. അപ്പൊ എല്ലാവരും ഫ്രഷ് ആയിട്ട് വന്ന് പാട്ടിന് വേണ്ടി ഡാൻസ് ചെയ്യാൻ വേണ്ടി നിൽക്കും. അവിടെ ക്ലോക്കില്ല. ഈ പറയുന്ന ജിൻഡോയ്ക്കോ ഈ പറയുന്ന റസ്മിൻ ബായിക്കോ അറിയില്ല സമയം എത്രയെന്ന്. ചുമ്മാ ഉറങ്ങി കിടക്കുന്നവരെ വിളിച്ചുണർത്തിയിട്ട് പാട്ട് വരുമ്പോൾ പാടിക്കോളെ. എന്ത് റൂളാണെന്ന് അറിഞ്ഞൂടാ. ഈ പറയുന്ന ജിൻഡോ പവറും കൂടി കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ഈ കുരങ്ങന്റെ മുന്നിൽ പൂമാല കിട്ടിയപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ജിൻഡോ മാറിയിട്ടുണ്ട്. ഇപ്പോഴേ നോട്ട് ചെയ്ത് വെച്ചാൽ ലോക തോൽവിയാണ് അവൻ.
ഈ കാണിക്കുന്നതൊന്നും അല്ല ജിന്റെ ഈ കാണിക്കുന്നതൊന്നും അല്ല. നോക്കരുത്. എനിക്ക് ആ കള്ളമൊക്കെ പറയും, എത്ര തവണയാണ് കള്ളം പറഞ്ഞിരിക്കുന്നത്, ചുമ്മാ കള്ളം പറയും. എന്നിട്ട് ആവശ്യമില്ലാതെ ഈ പറയുന്ന ഈ റസ്മിൻ ഭായിയുടെ തല തിന്നുകൊണ്ടിരിക്കുക. ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞ് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞതുപോലെ ജിൻഡയെ പിടിക്കാത്തത്. മനസ്സിലായോ? അതിനുശേഷം ഇതുവരെ കേട്ടോ അവൻ ശിക്ഷ ഏറ്റെടുക്കുന്നില്ല. മനസ്സിലായല്ലോ? അവിടെ കാല് പൊക്കി വെക്കാൻ പാടില്ല, അവിടെ ഇരിക്കാൻ പാടില്ല, ഇവിടെ ഇരിക്കാൻ പാടില്ല, നിനക്ക് പണിഷ്മെന്റ്. അതുപോലെ തന്നെ റസ്മിൻ ഭായിയും ഒരു കണക്ക് തന്നെയാണ്. റസ്മിൻ ഭായി തന്നെ പറഞ്ഞത് റോക്കി നിനക്ക് ഇന്ന് ആഹാരമില്ലെന്ന്. എത്ര കിട്ടിയാലും പഠിക്കാത്തത്. മനസ്സിലായോ? അത് ഗബ്രിയുടെ കൂട്ടത്തായിരുന്നല്ലോ, ഗബ്രിയുടെ സുഹൃത്താണല്ലോ, അതിന്റെ ഒരു ചെറിയ കാറ്റടിച്ചതായിരിക്കും പറയുന്നത് നിങ്ങൾക്ക് ആഹാരം ഇല്ല. ഇതാണ് അവരുടെ പണിഷ്മെന്റ്. ഒരു വകയ്ക്ക് കൊള്ളൂലാത്ത കുറെ എണ്ണം. അപ്പോ ഇതൊക്കെയാണ് ഇന്ന് നടന്നത്. പ്ലസ് ഞാൻ കണ്ടില്ല. എന്തായാലും ഷിജോ തിരിച്ചു വരട്ടെ, പിന്നീട് ജാസ്മിന്റെ കടിക്ക് ഒരു അറുതി ഉണ്ടാകട്ടെ, പിന്നെ അതുപോലെ ജിൻഡോ എല്ലാവരും തിരിച്ചറിയുക. നമുക്ക് വീണ്ടും കാണാം. ജയിക്കുന്നത്. അതിനോടൊപ്പം എനിക്ക് പറയാൻ മറന്നുപോയി, വൈൽഡ് കാർഡുകൾ വരുന്നുണ്ട്. 2 or 3 വൈൽഡ് കാർഡുകൾ വരുന്നുണ്ട്. ആരെന്നുള്ളത് ഏകദേശം രൂപവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നാളെ അതിന്റെ കറക്റ്റ് നമ്മൾ പറയാം. എന്തായാലും 2 പേര് ആരൊക്കെയാണെന്നുള്ളത് ഏതാണ്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ജയ് ഹിന്ദ്.